Morning vibes of Kottayam. Space-ലാണ്. 2024 October 1816. ഇന്ന് മോനെ ഡേറ്റ് എത്ര മോനെ? 14 അല്ലേ? October 14, 2024. We are heading for a dentist, probably at Karabachal. Let's see, place Monday morning, 9 o'clock. All are busy going school, going to office. Oh, എവിടുന്നാ മലബാർ കോഫി കുടിച്ചല്ലേ? ഓക്കെ. കോളേജ് ഇന്നലെ കണ്ട അപ്പച്ചൻ പഠിപ്പിച്ച അൽഫാച്ചൻ്റെ പപ്പ. അതെ പുള്ളി ഏറ്റവും നല്ല സ്കൂളായിരുന്നെന്ന് പറഞ്ഞു. അതെ അതെ, കോളേജ് ഹൈസ്കൂൾ. അല്ല ഓരോ കാര്യങ്ങൾ അറിയുന്നതേ. പിന്നെ ഒമ്മന നാഗാലാൻഡിലെ ചരിത്രം, ഓമനമ്മയുടെ ടീച്ചർ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു, അവിടെ വെച്ചാണ് മരിച്ചു പോകുന്നത്. പുള്ളിക്കാരിക്ക് ഒരു 2 വർഷം മുമ്പാണ്, അദ്ദേഹം അത്രയും വർഷം മുമ്പ് മരിച്ചതാണെങ്കിലും ആ ക്യാൻറ്റീൻ ഫെസിലിറ്റി, പുള്ളിക്കാരുടെ ഡിസ്ചാർജ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ്, ആ ഡെത്ത് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വെച്ച്, പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അയച്ചു കൊടുത്തില്ല. ആ അമ്മച്ചിക്ക് കോവിഡിന് ശേഷം അവർക്കിപ്പം ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്. അല്ല അത് എൻ്റെ ചെറുപ്പത്തിലാണ് സംഭവിച്ചത്. വളരെ വെരി ഫ്യൂ ഇയേഴ്സേ അവർ മാരീഡ് ലൈഫ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് നാഗാലാൻഡിലൊന്നും നാഗാക്രമമുണ്ടേ, അപ്പോൾ ആംബുഷ് ഉണ്ടായ മിലിറ്ററിക്കെതിരെ എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഇപ്പോഴും ആ മെയ്റ്റി കുക്കിയൊക്കെ അതിന്റെ ബാക്കി തന്നെയാണല്ലോ. ഇപ്പോഴും അവിടെ പോകുന്നവർക്ക് ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കുക്കികളാണല്ലോ എപ്പോഴും ഈ ഒളിയാക്രമണത്തിന്റെ ആൾക്കാർ. ഈ മണിപ്പൂരിന്റെ പ്രശ്നവും നാഗാലാൻഡിന്റെ പ്രശ്നവും ഇതൊക്കെ ചൈനയുടെ ഇൻഫിൽട്രേഷനും ഉണ്ട്. ഹിമാചലും നോർത്ത് ഈസ്റ്റാണ് എല്ലാം അവർ കണ്ണു വെച്ചേക്കുന്നത്. അതെ അതെ, അത് പീപ്പിൾ ആർ ഓൾമോസ്റ്റ് സെയിം DNA ആണ്. മാമച്ചനെ ഒന്ന് കാണണമായിരുന്നു. പണ്ട് ദീപികയുടെ പുറകിലുണ്ടായിരുന്നു അല്ലേ ഷൈനി? അതെ അതെ, അയ്യോ ജോർജിനെ ഒന്ന് ഇപ്പം രാവിലെ കയറി കണ്ടിട്ട് പോകും. അത് നമ്മുടെ പുതുപ്പള്ളി കവലെന്നേ ആ ഇടത്തോട്ട് മണറാണ് പോകുന്ന ഒരു വഴിയില്ലേ, കണ്ടിട്ട് തിരിച്ചാ വഴിക്ക്. അതെ, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ. അതെ അതെ. We are entering ശാസ്ത്രി. ഇത് ഏത് റോഡ് മണി? ശാസ്ത്രി അല്ല, ഇത് എറണാകുളം റോഡാണ്, കോട്ടയം എറണാകുളം. CSI
ഷോപ്പിംഗ് കോംപ്ലക്സ്. ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതല്ലേ ബേക്കർ സ്കൂളിന്റെ entrance അതെ അല്ലേ? ബേക്കർ സ്കൂൾ. ബേക്കർ സ്കൂളിന് ഒരു എൻട്രൻസ്. See the beauty of Kottayam early morning. See, people are just coming into offices, getting ready for their work. ഇതാണ് YMCA കോട്ടയം. YMCA, yes. YMCA, YMCA, YWCA. അമ്മാമ്മയ്ക്ക് ഇവിടെ membership ആണ്. അമ്മച്ചി ഇവിടെ വരുമല്ലോ, ആൻറ്റി ഇവിടെ വരുമല്ലോ. വലിയ പരിപാടികളാണോ? അതെ അതെ. ഇനി ബ്ലോഗിൽ കൂടെ അപ്പച്ചി കോട്ടയം YWCA വളരെ ആക്റ്റീവായിട്ടുള്ള YWCA. ഇതൊക്കെ ഒരു ബ്രിട്ടീഷ് ഇതുള്ള ഒരു അവരുടെ ഒരു സോഷ്യോ കൾച്ചറൽ beautiful colored buses. ഇപ്പറയും ബസ് സ്റ്റാൻഡ് ഉണ്ടോ? അതതിൻ്റെ എൻട്രൻസ്. സ്റ്റോപ്പ് ബസ് ഇങ്ങനെ കറങ്ങി വരും. അപ്പം പഴയതിൽ നിന്നൊന്ന് മാറ്റിയായിരുന്നു. പണ്ട് ഒരു സെറ്റൊക്കെ ഉള്ളായിരുന്നു. മോനെ ഗ്യാസ് ഒന്ന് ഫില്ല് ചെയ്തേക്കാം കേട്ടോ. അങ്ങോട്ട് ചെല്ലാം. ഞാനിന്നലെ റൈറ്റ് ഹാൻഡ് സീറ്റ് ഇരുന്നോട്ടെ, ഓട്ടോമാറ്റിക് സ്വല്പം ഓടിച്ചു. രാജാൻ്റെ വണ്ടിയല്ലേ? അത് ഓട്ടോമാറ്റിക് ഉണ്ടല്ല. എനിക്ക് പിന്നെ ലെഫ്റ്റും റൈറ്റിൻ്റെ ഒരു സ്വല്പം കണ്ടു. അത് 2 ദിവസം ഓടിക്കഴിയുമ്പോഴത്തേക്കാണ്. പിന്നെ നമ്മളിവിടെ എല്ലാം ഓടിച്ചത്. നമ്മളിവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു Here is the Kottayam railway station. This is the entrance of Kottayam railway station. A very heavy traffic always. A beautiful station for the last maybe 50 years, 60 years. Yeah, yes. Modified railway station. എപ്പോഴേലും വന്ന റെൻ്റ് കാർ ലോങ് ലീവ് ഒക്കെ ഉണ്ട്, റെൻ്റ് കാറൊക്കെ എടുത്താലേ നമുക്ക് കുറച്ചൊക്കെ കുറച്ചാലും മലപ്പുള്ളി കുത്രപ്പള്ളിയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ. ഇപ്പോൾ ഒത്തിരി പേരുണ്ടായി. മീൻസ് ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവര് എയർപോർട്ടിൽ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിടും. അവര് ഡെലിവറി കൊടുക്കും അവിടെ എയർപോർട്ടിൽ. മാരുതിയുടെ തന്നെ ഇൻഡസ്കാർക്കൊക്കെ അവരുടെ തന്നെ ഈ പണ്ട് നമ്മുടെ ദുബൈയിലൊക്കെ ഉള്ളവരെ നാഷണൽ റെൻ്റ് കാറും അതുപോലൊക്കെ ഉള്ള എല്ലാവരും അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിഫറെൻ്റ്. ഒഫീഷ്യൽ അങ്ങനെ ഓതറൈസ്ഡ് ഡ്രൈവിംഗ് ഇതാണെങ്കിൽ റെൻ്റ് കാറാണ്. ഓക്കെ ഓക്കെ. എല്ലാ സ്കൂൾ പിള്ളേരാണ് ഓരോന്നൊക്കെ പഠിക്കാൻ വരുന്ന IELTS-ഉം. അതെ, ഇവിടെ എല്ലാം സ്കൂളല്ലേ, MT സെമിനാരി. ശരി, നമുക്ക് ആ ഫ്ലാറ്റ് ഒന്ന് 2 ഫ്ലോർ റെൻ്റ് ഔട്ട് ചെയ്യാൻ ഒരു ആഡ് കൊടുത്താലോടി. നമ്മൾ സ്ഥലത്തില്ലാത്തോണ്ട് വലിയ പ്രയാസം വരും ഇറക്കിവിടാൻ. ഈ നാട്ടിൽ വീട് പണിയിച്ചിട്ടോളം എല്ലാം കൂട്ടിയിട്ടേക്കോ.
ഇപ്പൊ ഏജൻസികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവിച്ച 2 പ്രാവശ്യം അനുഭവിച്ച ടെൻഷൻ എന്ന് പറഞ്ഞ ചില്ലറയാണ്. ടെൻഷൻ അയക്കായിരുന്നല്ലേ അത് കീപ്പ് ചെയ്യാൻ. അതെ, ഈ വയസ്സാകാലത്ത് ആ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ടാകുകയാണ്. അതെങ്ങനെ ഊരിപ്പോയി അത് പെടാപ്പാട് പെട്ടതായിരുന്നു. 10 വർഷത്തേക്ക് അയാള് കൂട്ടിടുന്നു, തല്ലി പൊട്ടിക്കുന്നു, രാത്രി പോകുന്നു, പകല് പോകുന്നു. അതിന് ഇപ്പൊ ഏതോ ആരാണ്ട് അങ്ങനെ ചാക്കിലാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏത് പുതിയ അതപ്പോ കാഞ്ഞിരപ്പാറ ഇന്നലെ നമ്മൾ പോയ വഴിക്ക് അവിടെ അകത്തോട്ട് അങ്ങണ്ട ഞാൻ ആ കോളേജ് കാണിച്ചിട്ട് ഇടത്തോട്ട് ഒരു നല്ലൊരു റോഡ് കണ്ടായിരുന്നു. ആ റോഡിലെങ്ങാണ്ടാ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ അയക്ക് സ്റ്റുഡൻസ് ഒക്കെ കുറയും മോനെ. കാരണം ഉണ്ട്, ഓൾറെഡി ഏണ്ടൊക്കെ വിഷയമുണ്ട്. പിന്നെ കാരണം ഇപ്പം സ്റ്റുഡൻസും എല്ലാം പുറത്തു പോയി. പിന്നെ ഇപ്പം പേരൻസ് എന്നൊക്കെ പറയുന്നത് പഴയ പോലെ ഒന്നുമല്ല. പിള്ളേർ അവരും ഇപ്പം പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലെ അവർക്കും കാര്യങ്ങളൊക്കെ നല്ല ഗ്രാഹ്യമുള്ള പേരൻസ് അല്ലേ. അവരും നോക്കും ഹോസ്റ്റൽ ഏതാ, സ്വന്തമാണോ അല്ല റെന്റഡ് ആണോ, അതിന്റെ ചുറ്റുവട്ടം എങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ മദ്യം മയക്കുമരുന്നൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായത് കാരണം പേരൻസ് അതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ ഒരു സീറ്റുകൾ കാലി കിടക്കുമ്പോഴേ Go ahead. Yes, do some swimming, man. Do some jumping. Smart guy, smart girl. Come. Come. Hello. Mic test. Mic test. Hello. Good morning, all. Welcome to Houston Voice. Today I am introducing one of my oldest colleague, Mr. George Thomas from Bhopal. Mr. George Thomas, we have a special story to tell. We met George Joseph at a theater, and 2 boys were desperately talking about a job in Bhopal. So I was listening to them, and I invited both of them for an outside meet. And out of that, I have told one guy to come to my office next day, and suddenly, and then George Thomas was on my doorstep. So I just got some details about him, and I asked him to get to come report for a job very next day. That is the life of George Thomas. Let us get more insights from George. Thank you. Please welcome George Thomas P. Welcome, George. Thank you. मैं 1987 में भोपाल आया था और उस टाइम कोई जॉब नहीं मिला था और नौकरी के लिए ढूंढ रहा था. उस टाइम एक दिन पिक्चर देखने के लिए मेरा दोस्त अप्सरा गोविंदपुरा में उस टाइम मलयालम पिक्चर साल में एक बार ऐसे कभी कभी आता था, वो देखने के लिए गया. उस टाइम मैं और मेरा दोस्त लाइन में क्यू में खड़ा रह के बात कर रहा था कोई जॉब का आउटसाइड. मेरा आगे खड़े रहा था सन्नी साहब और उनका दोस्त लोग. तो हम लोगों का बात सुना और उनको कुछ नीड था कोई हेल्पर का उधर. तो हम लोगों से बात किया, कोई एक आध का आदमी की जरूरत है कोई भी. हम लोगों ने बोला आप किसी को भी बुलाओ. तो उसने फाइनली मेरे को डिसाइड किया आने के लिए. फिर दूसरा दिन मैं अपोलो में मीट किया. उधर से मेरा शुरुआत हो गया ओटिस में. फिर कैजुअल में 2 साल तक रह गया. उस दिन कितना पगार था? 15? नहीं उस दिन 400 मतलब 20 रुपया पर डे. 20 रुपीज पर डे था. ओके. तो उसमें मतलब हॉलीडेज का नहीं मिलता था. लेकिन उस टाइम भी ठीक है, काम में मजा था, लेकिन थोड़ा लैंग्वेज प्रॉब्लम था तो थोड़ा ये था. लेकिन आगे चल रहा था. काम में थोड़ा सीखने में थोड़ा अच्छा इंटरेस्ट था और वो भी जल्दी पिकअप किया.
वो एक काम का बारे में काम का वजह से मैं आके यहाँ आके बाकी मेरा बिहेवियर थोड़ा That's all right. Yeah, yeah. Okay, okay. मेरा बिहेवियर किसी को पसंद नहीं था, Mhm. फिर भी अपन आगे चले, मतलब हम्म। 20-25 साल ऐसे भी करके पुलिस में निकाला। Thank you, George. I know I have given you a very tough time sometimes, and you know we had disagreements and all. But you were a wonderful boy. You had a a good technology knowledge, and you were doing a lot of things by yourself. जॉर्ज आपको सबसे ज्यादा तकलीफ किस मशीन में, किस कंट्रोलर से हुआ है? आई नो नथिंग अबाउट बिहेवियर और पर्सनल। नहीं तो मेरे को कोई भी कंट्रोल, स्टार्टिंग में थोड़ा सा प्रॉब्लम था, हाँ। बाद में मैं जरा पिकअप हो जाता था। मेरे को कोई आपसे ही काम होता था सर। मतलब ऐसा कोई कंट्रोल में मेरे को दिक्कत नहीं है। फाइनली लास्ट आके फिर मेरे को ये जेन2 आ गया, हाँ। उसमें मेरे को दिक्कत ये हो गया था, उसका सिस्टम मेरे को पसंद नहीं है, क्योंकि Correct. मैन ट्रैप में वही मैनुअल रेस्क्यू सिस्टम नहीं था, बहुत मुश्किल वो थोड़ा था। मेरे को डर लगता था। मशीन रूमलेस, मशीन रूमलेस, उसमें थोड़ा डर Okay. लगता था। बाकी तो मेरे को कोई सिस्टम में इतना ये प्रॉब्लम नहीं था, सभी में मैं एडजस्टमेंट भी किया, सब कुछ किया। बराबर। आपको सर्वो ड्राइवर जो रिले के सर्वो ड्राइवर में तकलीफ था? नहीं, ऑल राइट। सरकार मैं भोपाल में सुनील सिंह ने बोला था ना, भोपाल में उसमें 14-18 हाँ, वो पूरा मैं हैंडल करता था। सही बात है। उसका लास्ट में मैं एडजस्टमेंट भी करता था। Yeah, I know. In between, Nandkumar came in, dashed in from Bombay, and your opportunity was going out, and he was called, and he was given, Bhopal training job. You were desperate. You were saying, "No, I am going." But I said, "No, George, wait, right?" Or how did it happen? Do you know? कैसे आपका एक टाइम पर वो पेरारा साहब बोल रहा था जौहर साहब को जाने तो नंदकुमार को रखो करके, ऐसा डायलॉग आ गया था, फिर आपको कैसे रुकवाया? मैं कुछ मालूम है? मैं बोला था वो रुको, अपन कैसे भी करके मतलब आगे अपन को। सही बात है। मैं बोला आप कंटिन्यू करो ग्रेजुअल में करके, नहीं? आप किधर किधर बाहर जाता था मालूम है कुछ? रीवा, सतना, मैहर, जबलपुर, होशंगाबाद, और फिर इधर इस तरफ ग्वालियर साइड में गया था। कौन सी टेकमपुर, वो सीपीडब्ल्यूडी का टेकनपुर। मतलब एक ही बार गया वो एडजस्टमेंट के लिए, सर वो यूएमबी का एडजस्टमेंट के लिए। आपको ट्रेन ट्रैवलिंग मुश्किल था? ट्रेन ट्रैवलिंग मुश्किल था। मेरा दूसरा प्रॉब्लम फूड और ये इसका प्रॉब्लम आपको अच्छा नहीं लगता, इसकी वजह से मेरा करियर भी थोड़ा डाउन हो गया। एक्चुअल मेरा करियर डाउन हो गया, मेरा पेट का प्रॉब्लम। इट वाज अ लॉन्ग रनिंग इशू। बाहर का खाना सूट नहीं होता था, मालूम ये सब प्रॉब्लम का मेरे को। I know. Okay, George, I know after me leaving, I know I have left in maybe in a mess or something, and a lot of things were happening there. आपको उसके बाद what was your life and how did you grown up? उसके बाद भी ऐसे अपना नया प्रोडक्ट आया, उसमें अपन टेक्नोलॉजी में थोड़ा काम अच्छा करता, तो फिर मेरे को काम के बारे में कोई पीछे नहीं करता था। पीछे फिर बाद में टॉमी आया, डबीर आया, वही भी हो काम के लिए तो मेरे को बुलाता था। हाँ, सही बात है। तो आपको इलेक्ट्रॉनिक्स में इतना ज्यादा दिक्कत नहीं है? दिक्कत नहीं आया। सर्विस टूल वगैरह आया? भी आ गया। वो तो हम एडजस्टमेंट करता है। LCB 200 मेरा सबसे फेवरेट LCB 200 इंडियन मॉडल। ओके, लॉजिक कंट्रोल बोर्ड में ट्राइवे और LCB 2 करके, वो सबसे मतलब ट्रबल फ्री इक्विपमेंट। NE 300 भी अच्छा नहीं था? NE 300 अच्छा था? वही तो LCF मतलब वो बॉक्स ऑफिस में बनाया था ना। उसका थोड़ा वही मॉडल। अब उसका LB1 था, उसके बाद LB2 आया, LCB2 आया। LCB2 मतलब एक ही कार्ड में पूरा सब उसमें प्रोग्राम करता। LB1 में एक्सटेंशन बोर्ड वगैरह ये सब एक ही कार्ड में आ गया। उसमें प्रोग्राम मतलब अपना हिसाब से प्रोग्राम कर सकते हैं। मतलब इट वाज अ वंडरफुल जॉब। ओके। उसके बाद में आपने घर कब लिया? वो कोलार में लिया यही 90 मेरे ख्याल से मैं जाने के बाद लिया ना। कोलार में मतलब पहले तो सर्वर में लिया था, फ्लैट लिया था। फ्लैट तो लिया था 90। मैं उधर से आपका टाइम में बुकिंग किया शायद। ओके, थैंक यू। फिर वो दोनों उसमें 15 साल उसमें रहा। उसके बाद अपन महाबली नगर में इंडिपेंडेंट लिया, उसने लिया। तो आपने VRS क्यों लिया भाई? VRS इसलिए लिया,
बोलो, आप सब ने लिया एक तब उठा के, आप नंदकुमार सब एक जैसा बाहर हो गया नहीं जोसेफ? हाँ वो तो अभी अब उस टाइम आया, एरिया मैनेजर ज्यादा कोऑपरेटिव नहीं था। प्रमोद चाहते नहीं, नहीं अब एक उसका नाम है, वो अभी कनाडा में है, वो टोनी जोसेफ। टोनी टोनी तो अच्छा था। हाँ टोनी जोसेफ नहीं, उसके बाद में आया वो, अच्छा उसका अच्छा, नाम क्या है? कोई बात नहीं। टोनी टोनी नहीं है ना वो, उसका नाम लेकिन चलो कोई बात नहीं, नाम मत बताओ। तो इसलिए सब यार हाँ, लिया। वो चलो थोड़ा ज्यादा। तो आपका वल्लभन का यादव जी वगैरह नहीं बोला मत जाओ करके? नहीं उस टाइम यादव जी नहीं थे। ये भी के बारे में बताओ। वो सब हर रोज अपन काम करता था ना, इसके बारे में तो बोलो। ये सबका मतलब आरएनडी था। उसका मिशन कितना बार खोला वो सही बात है, कितना मोटर बदला भाई, कितना वाइंडिंग रिवाइंडिंग कितने किया। लास्ट में उसका मिशन रूम में जितना ऑयल मतलब फ्लोर में होगा इतना लीकेज मिशन, कितना होलसेल बदला भाई यार। तो वो जिसका सबका कैजुअल उसी में सीखा। वो लिफ्ट कैसे बदला क्या बोलो? नहीं बदला नहीं, मिशन अभी भी वही है। माय गॉड, दैट 11 बीटी 16 बीटी मतलब कंट्रोलर एक बार बदला, फिर अभी लास्ट में अभी क्या एक लिफ्ट मोड़ किया। मतलब नोटिस नहीं किया, दूसरा नहीं किया। अच्छा नोटिस से जोड़ के अभी लोग खोला, वो लोकल कंट्रोल डाल के। जॉर्ज, अभी आपका लाइफ केरला में है, आप कैसे गुजार रहे हैं? मतलब अभी थोड़ा बिजी है मैं जी, मतलब बाकी थोड़ा खेती वगैरह हो रहा है, करता है, और थोड़ा मतलब मेडिकल फील्ड मतलब हेल्थ इश्यूज में थोड़ा उसमें भी टाइम जाते हैं। राइट। Okay, thank you, George. Thanks for sharing some thoughts with me. Thank you so much. Have a nice day. Hello, my name is Riya George, and I am the youngest daughter of George Thomas, and my elder one is in Ras Al Khaimah. I would like to share about the working life of my father when I was child. वो बहुत एनर्जेटिक, मतलब काम करने में बहुत ज़्यादा, फैमिली टाइम तो देते थे, उसके साथ साथ काम करने में ज़्यादा भरोसा रखते थे। छोटा सा कुछ भी एक कॉल आया तो दौड़ के चले जाते थे, और कि वो रात के 2 बजे भी क्यों ना हो, सुबह के 4 बजे वो अपनी नींद को हटा के जाके काम करने में बिलीव करते थे। बिहेवियर जो उनने बोला वो इतना भी बुरा नहीं था, बस वो थोड़ा जल्दी गुस्सा, या उनको टाइम से चीज़ें नहीं बुलाते थे, ये रात को बुलाना, सुबह बुलाना, वो सब तो ऑलमोस्ट सभी को गुस्सा आ जाएगा। तो बस वही था बिहेवियर। ही इज़ वेरी डाउन टू अर्थ। तो यही है। सो थैंक यू।
എന്താ പേര് താങ്കളുടെ? സതീശൻ, വീട് ചമ്പക്കര. ചെമ്പക്കര. എന്നാ ഉണ്ട് കറിച്ചാലിലെ വാർത്തകൾ? കറച്ചാല് വാർത്ത തന്നെ ഇങ്ങനെ പോകുന്നു. ആ ശരി. സണ്ണിച്ചായൻ വന്നപ്പോൾ കണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം വന്നു അന്നേരം തെറുതിയാ ഭയങ്കര. ആ അവിടെ താമസം ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ടായിരുന്നു. മഴ ഇതൊന്നും ഇല്ല ഇപ്പം, അവിടുത്തെ ഇതേ ഉള്ളൂ. അത് ശരി. വേറെ ഒന്നും പറയാനില്ല. വേറെ എന്നാണ് വിളിച്ച് പറയണ്ടേ? ഒന്നും പറയണ്ട. നമ്മുടെ സ്കൂളിനെ പറ്റി ഒന്ന് പറയാം. കറച്ചാൽ NSS ഹൈസ്കൂളിനെ പറ്റി എന്നാ പഠിച്ചതെന്ന്? ഞാൻ 83 ബാച്ച്, 83 SLC ബാച്ച്. ആ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആരെന്ന് ഓർമ്മയുണ്ടോ? അന്ന് പപ്പൻ സാർ. പപ്പൻ സാറോ? റിട്ടയർ ആയില്ലായിരുന്നു. അന്ന് റിട്ടയർഡ് ആയില്ല, ഞാൻ പഠിക്കുമ്പോൾ പപ്പൻ സാറായിരുന്നു. പപ്പൻ സാർ 10ൽ. എയിലായിരുന്നു, ബിയിലായിരുന്നു, സിയിലായിരുന്നു? ഞാൻ ബിയിൽ നടുക്കത്തെ. ഓക്കെ. അന്ന് ക്ലാസ് ടീച്ചർ ആരെന്ന് ഓർമ്മയുണ്ടോ? രാധാമണി ടീച്ചർ. ഓക്കെ. ഇപ്പം ഏത് വിഷയമായിരുന്നു ഏറ്റവും ഇഷ്ടം? അത് മലയാളം. ഇന്ന് ഒരു കവിത പാടാമോ? 2 പേര്? അയ്യോ അതൊന്നും ഓർമ്മയില്ല. ശ്ലോകം ഒന്നും ഓർമ്മയില്ല. ഇല്ല. വേണേ അമ്പലത്തിലെ 2 പാട്ട് പാടാം അല്ലേ? അയ്യോ പറ്റത്തില്ല. ഓക്കെ. എന്ന് വന്നാണ് ഞാൻ ഒരു സാറേ, ഞാൻ അത് SLC കഴിഞ്ഞിട്ട് AP ആർട്സ്, പത്മനാഭൻ ആർട്സ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടായിരുന്നു. ഇന്ദിര ടീച്ചറിൻ്റെ അത് തന്നെ. ആ സ്കൂളിൽ 2 വർഷം 84, 85 പഠിച്ചു. പാസ്സായി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു ഈ കോട്ടയം നസീർ ഒക്കെ. കുറേ ബാച്ചുകളുണ്ടായിരുന്നു. അതിലൊരാളിപ്പം മനോരമ വരയ്ക്കുന്ന മോഹൻ മണിമല. പിന്നെ ഞാനത് കഴിഞ്ഞ് 1 വർഷം അവിടെ പഠിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതും കഴിഞ്ഞ് പിന്നെ ഈ ആർട്ട് വർക്കായിട്ട് നടക്കുമായിരുന്നു. ഈ ഫ്ലെക്സും മറ്റുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് വർക്ക് കുറഞ്ഞു. പിന്നെ ഒരു ഓട്ടോറിക്ഷയിലായി. ഇപ്പോൾ 25 വർഷത്തോളമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. പിന്നെ ഓക്കെ, താങ്ക് യു. കണ്ണാടി കടയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ കണ്ണാശുപത്രി പോയത്. നല്ല കണ്ണാശുപത്രി ഉണ്ട്. അത് മറ്റേ ഇറക്കിട്ടെ മോനെ. അവിടെ
ഓക്കെ, എൻ്റെ പേര് സോഫി തോമസ്. ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കറുകച്ചാൽ, കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. മോഡേൺ ഐ വിഷൻ ഒപ്റ്റിക്കൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഞാനിപ്പോൾ ഇവിടെ 20 yearsആയി ഈ ഷോപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇതുകൂടാതെ ഞാൻ MSc സൈക്കോളജി, MSW ഒക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കൃഷിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. 2019 KTG ഗ്രൂപ്പിൻ്റെ അടുക്കളത്തോട്ടം കൃഷിയുടെ അവാർഡ് ജേതാവ് കൂടിയാണ്. പിന്നെ സെന്നി സാർ ലോങ് ടൈമായിട്ട് നമ്മുടെ കസ്റ്റമറാണ്. നമ്മൾ അസുഖം ചേർന്നതിൽ തന്നെ കണ്ണട പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും. അതുകൂടാതെ എൻ്റെ ഒപ്പം ഞങ്ങളുടെ സ്റ്റാഫും നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ കസ്റ്റമറെയും നന്നായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഐ ടെസ്റ്റും, കമ്പ്യൂട്ടേഴ്സിലെ ഐ ടെസ്റ്റും, അതോടൊപ്പം തന്നെ കണ്ണ് ഐ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മൾ കളർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, പിന്നെ കണ്ണിൻ്റെ പ്രഷർ എല്ലാം ഇതിനോടൊപ്പം തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഏത് ബ്രാൻഡ് ലെൻസ് അവൈലബിൾ ആണ്, എസ്ലോർ, ക്രിസാൽ, അങ്ങനെ ഏതും, കൊഡാക്ക്, ഏത് ടൈപ്പ് ലെൻസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെന്താ പറയണ്ടേ, ഹായ്, ഹായ് എവരിബഡി. എൻ്റെ പേര് സോഫി തോമസ്. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കറുകച്ചാലിലാണ് എൻ്റെ ഷോപ്പ്. ഷോപ്പിൻ്റെ പേര് മോഡേൺ ഐ വിഷൻ ഒപ്റ്റിക്കൽസ് എന്നാണ്. 20 yearsആയിട്ട് ഈ ഷോപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ എല്ലാവിധ ഐ ടെസ്റ്റ് ജസ്റ്റ് മാനുവലായിട്ട് ചെയ്യുന്നു. ഫീൽഡ് ഓഫ് വിഷൻ, അല്ലെങ്കിൽ കളർ വിഷൻ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, കണ്ണിൻ്റെ ഗ്ലോക്കോമ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ്, സെന്നി സാറാണെങ്കിൽ നമ്മുടെ ലോങ് ടൈമായിട്ട് നമ്മുടെ കസ്റ്റമറാണ്. സാറ് നല്ല ഹാപ്പിയാണ് ഞങ്ങളുടെ സർവീസിൽ. അപ്പം ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കമ്പനീസ് എല്ലാ ടൈപ്പ് ലെൻസസ് അവൈലബിൾ ആണ്. അപ്പം കൊഡാക്ക് ലെൻസ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വിസിൻ്റെ നൈറ്റ് വിഷൻ ലെൻസൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. നൈറ്റ് ഡ്രൈവിങ്ങിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ, നമുക്ക് ലൈറ്റ് നമ്മുടെ കണ്ണിൽ അടിക്കാതെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സൈസിൻ്റെ ലെൻസ് അവൈലബിൾ ആണ്. അതോടൊപ്പം റിവോ ക്ലിയർ ലെൻസ്, ക്രിസാൽ കോട്ടിങ്, പിന്നെ മാറ്റ് ലെൻസ്, എല്ലാവിധ ബ്രാൻഡുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ MSc സൈക്കോളജി എടുത്തു, MSW എടുത്തു, ലോ ഫേമും ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഇപ്പം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ്, എനിക്ക് 3-4 സ്റ്റാഫുണ്ട്, 2 ടെക്നീഷ്യന്മാരുണ്ട്, അതോടൊപ്പം ഒപ്റ്റോമെട്രിസ്റ്റും ഉണ്ട്, 2 ഒപ്റ്റോമെട്രിസ്റ്റും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഇപ്പം എന്ത് സർവീസ് എല്ലാം ഫ്രീ ആണ്. എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിന് നമ്മൾ കണ്ണാടി ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെന്നി സാറൊക്കെ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അമേരിക്കയില്ലേ, അവിടെ നിന്ന് തന്നെ ഒരുവിധം എനിക്ക് കസ്റ്റമേഴ്സും ഉണ്ട് അവിടെ നിന്നായാലും. പിന്നെ GCC കൺട്രീസിൽ നിന്നും ഉണ്ട്. അപ്പം ഓൺലൈനായിട്ടായാലും നമ്മൾ അവർ ഫ്രെയിം ഓർഡർ ചെയ്ത് നമ്മൾ ഫ്രെയിമൊക്കെ വാട്സപ്പിൽ കൂടെ കാണിച്ച് കണ്ണടയൊക്കെ എടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയും നിങ്ങളെല്ലാവരും നമ്മളോട് സഹകരിക്കാം. എല്ലാവർക്കും ഒത്തിരി താങ്ക് യു വെരി മച്ച്. Thank you, Modern Opticals. Here I would like to tell that this opticals has given me a very nice service. Whenever I come to India, Kerala, I place 2 orders for my glasses, and it would last for next 3 to 4 years. They are very comfortable. We get a lot of glasses in America, but these are the good ones we can use, and the covers what they provide, they are long lasting one. Thank you so much. Thank you, Modern Opticals. Thank you very much.
Hi, I'm Sajan Varghese, son of Susan Varghese and Chirian Varghese. My mother is related to Senichan through her mother. Actually, Senichan's mother is she's my my cousin. grandmother's Yeah, sister. Sajan's mother is my first cousin. And it is an amazing day today. There are two things that motivated me to meet him and come here. I just came to Podiyadi, Pulki just about a day back. I came here because Seni, when he was in Bhopal, working with Otis, he had come to Bombay and he had spent probably a little less than a day. Short meeting, but 35 years back, amazing memory. I was very young. I had a lot of hair at that time. But you see, this is how life is. Second thing I wanted to meet him and what motivated me to come is he's a compulsive, he's a passionate blogger. He's an addictive blogger. So I have been watching his videos, though I am not a very digitally savvy person. I've been doing it amazing, Sinchan, and thank you so much. I think that is a motivation for me to come and see you. Absolutely. And it's amazing to meet relatives, and we are probably looking at meeting one or two more within the short time, if possible. Over to you, Sinchan. Thank you, Sajan. I was making blogging for last 2-3 years, but it just got hit last year. Few videos, and Sajan was one of the, he got me online and he was talking to me over phone online when I was in USA. And I was not knowing what Sajan was doing, after his education and all. But I came to know that he is a budding entrepreneur, and he is very influencer in our family. Thank you so much, Sajan. Keep in touch with us. We'll talk more about we both of you. Absolutely. Thank you. Thank you. Hello, I'm Sajan Varghese, and I'm right now in Manyathanam, which is in Mallapalli. I came to meet Senichan, who's a very dear relative of mine from Houston. What I like about him is what caught my eye is he's passionate about doing blogs, not just blogs for the sake of it, but he reaches out to people, especially from Otis and relatives within the family. As far as I am concerned, I am born and brought up in Bombay. I have done my MBA from Bajaj, and I have been in Bombay and Dubai and Milan, working with multinationals, and now I'm settled for the last 15 years, almost 15 years in Bangalore with Indian Make in India group called Cafe Coffee Day. I've been advising, I have a full-time role, and now I've moved to an advisory role to the board. Secondly, I have also been advising a few other. My mother, Susan Varghese, is from Chenganur, Kalambarambil, and my father is from Mottasheril, Pulki, Podiyadi. They both are no more, but yeah, I'm connected with Seni through on my mother's side. We've been in Bombay. I think my father came to work with RCF, which was erstwhile Fertilizer Corporation of India. Later on, it became Rashtriya Chemicals and Fertilizers. That was in Chembur. We now are settled in New Bombay, but since 2011 we have moved to Bangalore, and we stay near close to Level Road. It's been interesting. I have two children. My wife is Jija. She's from Avilikara. My elder daughter is 16 years. She's Rachel Varghese, and my younger one is 7 years. She's Grace. Both are in the same school, Sophia. On the professional side, we have done a lot of deep interventions into national skilling. In fact, I will share the link of the National Geographic coverage that recently was done by, and I will share of how we had rural skilling done to make it globally relevant. So Coffee Day as a group believes in doing deep intervention skilling and skilling the rural youth to make a globally relevant workforce. It's also about being passionate about how we create opportunities for our youth
which is the next generation, and how we take up providing livelihoods, creating employment, creating opportunities for a large amount of families which are not exposed to digital revolution. But India is making an all-out effort towards strengthening and deep understanding of social digital media revolution. We are probably the most well-connected internet services in India, especially the PMO's office, PM Mani, PM Pradhan Mantri Skills, the recently launched project of Pradhan Mantri internship program. It's one of the best. From the family side, we are Orthodox, Malankara Orthodox Christians. My wife's side is CSI, Church of South India. We have a church very close by, which is the St. Mark's Cathedral on Lavert Road. Bangalore is a nice green place. We sometimes go for a walk to Kaban Park. But I always prefer Bombay. Me being a Bombay, I prefer Bombay and hometown, which is Trivella. Great meeting folks. Great making things happen. I think till your last, till the last breath, I think one should do and be passionate, compassionate, and have empathy towards the environment, the ecosystem around you, and the people around you. I think once you make it in your mind, things fall in place. I think that's what has worked for me, and I wish all the best to everyone in this whole universe. Thank you, Sajan. Thank you. Yeah. Wonderful. Yeah. We hope to catch up soon in future. യെസ് താങ്ക് യു. സാജനെ പറ്റി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സാജൻ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, അതായത് എൻ്റെ അമ്മയുടെ എൽഡർ സിസ്റ്ററിൻ്റെ ഏറ്റവും മൂത്ത മോളായിരുന്ന ലില്ലിയ മാമ. ഞങ്ങൾ വി കോൾ ഇറ്റ് ലില്ലിയ മാമ. ഐ ഡു നോട്ട് നോ ഹെർ കറക്റ്റ് നെയിം, സൂസൻ ഫിലിപ്പ്. സോ ലില്ലിയ മാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വരികയും കൂത്രപ്പള്ളി വരികയും ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഞാൻ ബോംബെയിൽ ജോലി ആവശ്യമായിട്ട് ചെന്ന് അമ്മമ്മയുടെ വീട്ടിൽ ചെല്ലുകയും ആ സ്നേഹം ഷീ കണ്ടിന്യൂഡ് ടിൽ ദാറ്റ് ഡേ. ബട്ട് I moved to abroad and I couldn't revisit them again. But Sajan, he brought that line back to memories of our Lilia Mama. അച്ചായനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ RCFന്റെ അവരുടെ ഫാക്ടറി കമ്പനി ക്വാർട്ടേഴ്സിൽ പോയി കണ്ടിരുന്നു. I stayed there for 1 or 2 days. It was a warm welcome to me. Those days Sajan was in high school. His sister also was there. I am not familiar much with her now. My sister is last 10 years she is in Germany. She was in Dusseldorf, now she's in Munich. Oh, okay. She's working with Henkel. Oh, okay. So she is also in IT deals? No, she is in the corporate communications. Yeah. Since you all are from Bombay, you have well communication. Thank you, Sajan. We'll see you soon. Thanks for coming to my vlog. Thanks from Houston Voice. Thank you. Thanks for making it happen. Thank you so much, Sajan. ഞങ്ങളെ സന്നിച്ചാനായിട്ട് ഈ ഒരു ഗാനം സമർപ്പിക്കുന്നു. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദുവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ, മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്ദുവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു,
ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി ഇന്നുമേശുവേ. നന്ദി.